ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ഗെയിമിംഗ് യൂട്യൂബ് ചാനലാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ലുഡൂസ് ഗെയിമിങ്. അതായത് ഒരൊറ്റ ഗെയിം മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ളൊരു ഗെയിമിംഗ് ചാനലാണിത്. നമ്മൾ ഇതിൽ എല്ലാ തരത്തിലുള്ള ഗെയിമുകളെയും പറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാ തരത്തിൻ്റെ ഗെയിമിൻ്റെ ഗെയിം പ്ലേ റിവ്യൂസും എല്ലാ കാര്യങ്ങളും നോക്കണം. നമ്മളൊക്കെ ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എന്നെപ്പോലെ തന്നെ ഒന്നോ രണ്ടോ അല്ലെ അതിൽ കൂടുതലോ ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പം ഒരു ഗെയിം തന്നെ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല ഗെയിമുകൾ മാറി ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഗെയിമുകളും കളിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരൊറ്റ ഗെയിം മാത്രം കളിച്ച് മുന്നോട്ട് പോകണം അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല. ഞാനിപ്പോൾ ഏതെങ്കിലും ഗെയിം കളിക്കാൻ തുടങ്ങിയാലും ഒരു 2-3 മാസം ചിലപ്പോൾ അത് കളിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബോറായി തുടങ്ങും. അപ്പോൾ തന്നെ പുതിയ ഗെയിം എടുക്കും. കാര്യം പുതിയ ഇഷ്ടംപോലെ ഗെയിമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പം നമ്മളെല്ലാം കളിച്ച് നോക്കണ്ടേ. ഒന്നേ മാത്രം നോക്കിപ്പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാ ഗെയിമും കളിച്ച് നോക്കണം. എല്ലാത്തിൻ്റെ ഗെയിം പ്ലേയും നോക്കണം, റിവ്യൂ നോക്കണം. ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട് എല്ലാവരും തന്നെ. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഈ ഫുട്ബോളും പിന്നെ ഫിഫയും കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് പിന്നെ അതിനിടയ്ക്ക് ഗെൻഷിൻ ഇമ്പാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് കളിക്കുന്നത് വൺസ് ഹ്യൂമൻ ഗെയിമാണ്. അത് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ആണ്. ഒരു സർവൈവൽ മോഡ് ഗെയിം രസമുണ്ട് കളിക്കാനായിട്ട്. എനിക്ക് പൊതുവേ സർവൈവൽ മോഡ് നമ്മളെന്താ പറയേണ്ടത്, ഈ ടെറിട്ടറിയൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ കളിക്കുന്ന ഗെയിമിൽ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഈ ഫുട്ബോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6-7 മാസം വരെ തുടർച്ചയായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ഇൻ ബിറ്റ്വീൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. സോ എല്ലാ ഗെയിമും ഞാനിങ്ങനെ മാറിക്കരും കളിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് പുതിയ ഗെയിമിനെ പറ്റി കണ്ടുപിടിക്കുക, ആ കണ്ടുപിടിച്ച ഗെയിമിൻ്റെ ഗെയിം പ്ലേ റിവ്യൂ ഇടുക. പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഗെയിം നമ്മൾ അതിൻ്റെ ഗെയിം പ്ലേ നോക്കുക. പുതിയ ഗെയിമിൻ്റെ ലോകത്തോട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യണം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയാണ്. അതായത് നമുക്ക് ഓരോരോ പുതിയ ഗെയിം കണ്ടെത്താനും നല്ല എന്താണ് പറയേണ്ടത്, ചിലപ്പോൾ ഓൺലൈൻ ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ ഓഫ്ലൈൻ ഗെയിം ആണെങ്കിലും നല്ല ഹൈ ഗ്രാഫിക്സ് ഉള്ളതും. ഇപ്പം ചിലർക്ക് മൾട്ടിപ്ലെയർ ഗെയിം ഇഷ്ടമായിരിക്കും, ചിലർക്ക് FPS ഗെയിം, മറ്റേ നമ്മുടെ എന്താണ് ബാറ്റിൽ റോയൽ പോലെ ഷൂട്ടിംഗ് ഗെയിം ഇഷ്ടമുള്ളതായിരിക്കും. ചിലർക്ക് ഭയങ്കര മറ്റൊന്നുണ്ടല്ലോ ട്രക്ക് സിമുലേറ്റർ ഗെയിം, കാർ റേസിങ്, അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു വൈഡ് വെറൈറ്റിയുള്ള എല്ലാ ഗെയിംസിനെയും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഗെയിംസിൻ്റെ ഗെയിം പ്ലേയും ഞാനായിട്ട് കണ്ടെത്തുന്ന ഗെയിം പ്ലേ ഒക്കെ നമുക്ക് നോക്കിയിട്ട് ഈ ചാനൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. സോ ഇതൊരു ജേർണിയാണ്, ഗെയിമിൻ്റെ ലോകത്തോട്ടുള്ള യാത്ര. സോ അതിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഗെയിം പ്ലേ ആയിരുന്നു. അതിൻ്റെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കിങ്സ് റോഡ് എന്ന് പറഞ്ഞ ഒരു ഗെയിം റിലീസ് ചെയ്തിട്ട് കുറേ കാലമായിരുന്നു. HBO-യുടെയും വാർണർ ബ്രോസും പിന്നെ നെറ്റ് ബാർബിൾസാണ് ഗെയിം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അന്നേരം കുറച്ച് നാളായി ഗെയിം ഇറങ്ങിയിട്ട്. ഏകദേശം ഒരു 35 GB മോളുണ്ടായിരുന്നു ഈ ഗെയിം എടുത്തപ്പോഴത്തേക്കും. ശരിക്കും എൻ്റെ ഫോണിന് അത്രയും സപ്പോർട്ട് ആകത്തില്ലത്. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സ്റ്റക്കും ഒരു ഹാങ്ങും ഒക്കെ വരുന്നുണ്ട്. കാര്യം അത്രയും സപ്പോർട്ടായ ഫോണല്ല എൻ്റെ ഇരിക്കുന്നത്. സ്റ്റിൽ ഐ എം ഏബിൾ ടു പ്ലേ ദ ഗെയിം. ഞാൻ കുറേ ട്രൈ നോക്കിയായിരുന്നു കളിക്കാനായിട്ട്. ശരിക്കും ഇതൊരു എന്താ പറഞ്ഞാൽ ആ ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീരീസിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ വന്നേക്കുന്ന ഒരു ഗെയിമിങ്ങാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കണ്ടാൽ അറിയാമല്ലോ, ആ ഒരു അയൺ ത്രോൺ കാണിക്കുന്നുണ്ട്, കണ്ടില്ല? അതിൽ താഴെ ആ ഒരു കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ റോബർട്ട് ബറോത്തിയോൺ ഫസ്റ്റ് ഓഫ് ഹിസ് നെയിം റച്ചഡ് ഇറ്റ് അവേ ഹിസ് പ്രൊഡസസർ ആൻഡ് ബ്രോഡ് പ്രോസ്പെരിറ്റി ടു ദ റെൽ. കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ആ ഒരു പറയുന്നു. ഞാൻ ശരിക്കും ആദ്യമേ ഒരു ഇൻട്രോ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാമെന്ന് ആലോചിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, ആ ഒരു നമ്മുടെ ചാനലിലെ തന്നെ ഫസ്റ്റ് ഗെയിമല്ലേ, അപ്പോൾ അത് അതിൻ്റേതായ ഒരു രീതിയിൽ ഫുള്ളായിട്ട് വരട്ടെ. നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് മീൻസ് ഫോർവേഡ് ചെയ്തിട്ട് ബാക്കി ഗെയിം പ്ലേ കാണാം. എന്തായാലും സ്റ്റാർട്ടിങ് ഫുൾ അങ്ങനെ തന്നെ വരണമെന്ന് ഞാൻ വെച്ചു. അപ്പോഴേ അതിനെ ഒരു എന്താ പറയുന്നില്ല, ആ ഒരു ഫുൾഫിൽ ആകത്തുള്ളൂ എൻ്റെ ആ ഒരു ഗെയിം പ്ലേ. ശരിക്കും പറഞ്ഞാൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ആ ഒരു താഴെ എഴുതി കാണുന്നുണ്ട് അവർ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു വാറിൻ്റെ കാര്യങ്ങളെ പറ്റിയും അതിന് മുന്നത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുന്നത്, ഗ്രാഫിക്സ് ക്വാളിറ്റി നല്ല അടിപൊളിയാണ്, രക്ഷയില്ല കേട്ടോ. ഒരു മൊബൈൽ ഗെയിമിങ്ങിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ കിങ്സ് ലാൻഡിങ്ങും ദ വാള്, ഇതൊന്നും ദ വാള് അല്ലല്ലേ, ഓക്കെ ഇതാണ് ദ വാള് കാണിച്ചിരിക്കുന്നത്. കാസൽ ബ്ലാക്ക് വാളിലാണ് നമ്മുടെ ജോൺ സ്നേക്ക് ഉള്ളത്. ഇത് മറ്റേ ആ ഒരു സീൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു കോവിഡ് ടൈമിലാണ് ഗെയിം ഓഫ് ത്രോൺസ് എല്ലാം കണ്ട് തീർത്തത്. അത്രയും ഒന്നും വലുതായിട്ടൊന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്താ സംഭവം എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ. ഇതാ ഒരു വൈറ്റ് വാക്കറിനെ കാണിക്കുന്ന സീനാണെന്ന് കണ്ടിട്ട് കാര്യം തോന്നി. ചത്ത് കിടന്ന സീൻ കണ്ടപ്പോൾ പുറത്ത് പേടിച്ച് വരുന്നുള്ള കാര്യം കറക്റ്റ്. എല്ലാം നല്ല ഭംഗിക്ക് അവർ ചെയ്തിട്ടുണ്ട് സംഭവം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു, ആ ഒരു വൈറ്റ് വാക്കറിൻ്റെ കാര്യം പറഞ്ഞു തോന്നുന്നു. എനിക്കറിയില്ല എങ്ങനെ ആയിരിക്കും ഗെയിമിലൊന്നും പിടുത്തം കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ സോ ഫാർ ഇതിൻ്റെ ആ ഒരു ഇൻട്രോ സീൻ തന്നെ നല്ല കലക്കനായിട്ടുണ്ട്. ഇൻട്രോ സീൻ അടിപൊളിയായിട്ട് ഒരു അനിമി മൂവിയുടെയൊക്കെ അനിമേഷൻ്റെ അല്ലെന്ന് തോന്നുന്നു, അതിലേക്കാട്ടും നന്നായിട്ട്
ചെയ്തിട്ടുണ്ട്. ഒരു കാസിൽ ഒരു ഹട്ട് കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. നോക്കട്ടെ എന്താണ് ഒരു ഓൾമോസ്റ്റ് ഒരു 2.5 മിനിറ്റ് ആയില്ലേ. 2.5 മിനിറ്റിൻ്റെ ഇൻട്രോ ഉണ്ടായിരുന്നു. സ്കിപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ വേണ്ട, സ്റ്റില്ല് അത് ഫുള്ളായിട്ട് പോട്ടെ. നിങ്ങൾ വായിക്കുന്നവർക്ക് വായിക്കാം. എന്തോ ഒരു നോട്ട് എഴുതുന്നുണ്ട്. പുള്ളിയുടെ മകനായ ബാസ്റ്റേഡിന് എഴുതുന്ന കത്താണത്. നോക്കട്ടെ. ഓക്കെ ഫൈൻ. എന്തോ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. നൈറ്റ്സ് വാച്ച് ഫാൾസ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. നോക്കട്ടെ. ഓക്കെ, ആ ഒരു ഷിപ്പ് പോകുന്നതൊക്കെ നല്ല സെറ്റപ്പായിട്ടല്ലേ ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ടേ. നെക്സ്റ്റ് ഇത് നമ്മുടെ വാളാണോ? അത് വാളല്ല. വിത വിൻ്റർ ഈസ് കമ്മിങ്. ഓക്കെ, അതാണല്ലോ മെയിൻ തീം. വിൻ്റർ ഈസ് കമ്മിങ്. അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, വിൻ്റർ ഈസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ ഫൈൻ. നമ്മുടെ ഗെയിം സ്റ്റാർട്ടാകുമെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ക്യാസിൽ ഓപ്പണായി 3 ആൾക്കാർ വരുന്നുണ്ട്. 3 പേര് വരുന്നുണ്ടോ? എന്താണ് നടക്ക് വരുന്നതാണോ ഹീറോ? നോക്കട്ടെ. അല്ല, നമുക്കൊരു ക്ലാസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യണം. ഇയാളാരാ? സെൽസ്വോർഡ്. പുള്ളി ആരാണ്? പുള്ളിയെ പറ്റി ആയിട്ടുണ്ട് കേട്ടോ. പുള്ളി ടയർ ഫാമിലിയിലെ ആ ഒരു ലൈൻ വരുന്ന വ്യക്തിയാണ്. എന്താണ് പുള്ളിക്കാരനെ കണ്ടിട്ട് സ്പോർട്സ്മാൻ അത് കണ്ടിട്ട് പുറത്ത് മറ്റില്ല, ഭയങ്കര മറ്റില്ല. നമ്മുടെ എന്താണ് 2 സൈഡിലുള്ള കോടായ പോലുള്ള സാധനമുണ്ട് കയ്യിൽ. ഇവൻ നൈറ്റാണ്. ഓക്കെ, ഇവനെ കൊള്ളാം. ഇവന് ഒരു ഹീറോ ആക്കാനും പറ്റിയിട്ടില്ല. നമുക്ക് പുള്ളി തന്നെ സെലക്ട് ചെയ്തേക്കാം അല്ലേ? ഓക്കെ ഫൈൻ, ഹീറോ സെലക്ട് ചെയ്തേക്കാം. ക്യാരക്ടർ കസ്റ്റമൈസേഷൻ സമയമില്ല നമ്മുടെ കയ്യിൽ. പിന്നെ ലേറ്റ് ഗെയിം നമുക്ക് നോക്കാം ഇതൊക്കെ. പിന്നെ ഓക്കെ, ഇനി പേരെടുക്കണം. ഇതാണ് വലിയ ചടങ്ങ്. നമ്മൾ പേരെടുത്താൽ ആ പേരുമാര് പറയും പറ്റത്തില്ലെന്ന്. എൻ്റെ പേര് എടുക്കണ്ട, വൃത്തിയായി പോയി. നമുക്ക് എൻ്റെ സ്കോർപ്പിയോൺ എടുക്കാം. സ്കോർപ്പിയോൺ പറഞ്ഞത് എൻ്റെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ അക്കൗണ്ടിൻ്റെ പേരായിരുന്നു. സ്കോർപ്പിയോൺ കിങ് എന്ന ശരിക്കും പറഞ്ഞ പേര്. സ്കോർപ്പിയോൺ ഇട്ട് നോക്കട്ടെ എന്താ പറഞ്ഞത്. പറ്റത്തില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ സ്കോർപ്പിയോൺ ഓൾറെഡി ആ പേരുണ്ട്. എന്നാൽ പിന്നെ ഇനിയിപ്പം സ്കോർപ്പിയോൺ 95 കൊടുത്ത് നോക്കട്ടെ. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന നമ്പർ 95. അതും പറ്റത്തില്ല. ഈ നെയിം കൊടുക്കുന്ന വലിയ പാടാണ് എല്ലാ ഗെയിമിലും. ഒന്നുകിൽ ആരെല്ലാം സെലക്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സ്കോർപ്പിയോൺ 95 വൃത്തിയായിട്ടാണ് പേര്. അതാരമില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഗെയിമിൻ്റെ പേര് മാറ്റാൻ നോക്കാം. നിങ്ങളൊരു പേര് പറയണം, നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു പേര്. ഗെയിം ഇപ്പം സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു. എന്താണ്? ഓക്കെ ഫൈൻ. നമ്മൾ നേരത്തെ കാണിച്ച കാസിലല്ലേ? പുള്ളി ഇത് അങ്ങേരുടെ മകനാണെന്ന് തോന്നില്ലേ? പുള്ളിയുടെ പേര് മാർക്ക് ടയർ. നമ്മൾ സ്കോർപ്പിയോൺ 95 ആൻസർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പുള്ളിയുടെ മകനാണ്. അച്ഛനെ കാണാൻ വന്നതാണ്. നോക്കട്ടെ. അയ്യോ, ആ ഇൻട്രോ കണ്ടില്ല? അതിൽ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് ആ ഇൻട്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയേണ്ടത്, ഒരു സിനിമാറ്റിക് അപ്രോച്ച് എന്ന് പറയാം. ആ ഒരു സ്റ്റൈലിൽ നല്ല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ. അച്ഛന് വയ്യെന്ന് തോന്നുന്നു. അച്ഛൻ എന്താണ് കാര്യങ്ങൾ? അച്ഛൻ ഓക്കെയാണ് പറഞ്ഞിട്ട് മേരി കെയർസ് ഫോർ മീ വെൽ ജസ്റ്റ് ആസ് ഷീ ഡിഡ് ഫോർ യു വെൻ യു ആർ എ ബേബി. അമ്മ നിന്നെ നോക്കിയ പോലെ തന്നെ എന്നെ നോക്കിയിട്ടുണ്ടെന്ന്. പുള്ളി മറ്റുള്ള മെയ്സ്റ്റർമാരെ വിളിക്കാൻ പോവാം. മറ്റേ മെയ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, മറ്റുള്ള അസുഖങ്ങളൊക്കെ മരുന്ന് ആൾക്കാർ. മറ്റേ നമ്മുടെ തടിയനൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പുള്ളിയുടെ പേര്. 100 പേര് വന്നാൽ പോലും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. ഫൈൻ, പുള്ളിക്ക് എന്തോ മാരക രോഗമാണ്. എന്താണ് പുള്ളി സ്റ്റാർട്ടിങ് തന്നെ ഒരുമാതിരി നെഗറ്റീവ് അടിച്ചാണല്ലോ ഗെയിം തുടങ്ങുന്നത്. ഞാൻ നിന്നെ വിളിച്ചത് എന്നെ ശുശ്രൂഷിക്കാനല്ലെന്നോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കി ഇനിയിപ്പോൾ നിങ്ങൾ വായിച്ച് നോക്ക്. ഞാൻ തൽക്കാലം കമൻ്ററി പറയുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞത്. ഓക്കെ. മോനെ, നമ്മുടെ ഹീറോ വേണ്ട കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. ഹാങ് ഉണ്ട് കേട്ടോ, നല്ല ഹാങ് ഉണ്ട് കേട്ടോ. ഈ 35 GB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കാനാണ് പുല്ല് പണ്ടാരം. എന്നാലും ഏബിൾ ടു പ്ലേ ആണ്, അത്ര ഹാങ് തോന്നുന്നില്ല നമുക്ക്. ഇത് തന്നെ ഓടുന്ന കേട്ടോ, ഞാൻ കളിക്കുന്നില്ല കേട്ടോ. നമ്മുടെ വോൾ കാണിച്ചിട്ടാണല്ലോ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ. മോനെ, വോളിൻ്റെ ഇൻട്രോ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സിനിമയിലൊക്കെ ഇൻട്രോ കാണിക്കുന്ന പോലെ നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആള്. പുള്ളിയാണ് ആളില്ലേ, കെന്നറ്റ്. ഓക്കെ, കെന്നറ്റാണ്. അത് ട്രെയിനറാണെന്ന് തോന്നുന്നു. ഇയാളാരാ ശരിക്കും? ഇവനാണല്ലേ അങ്കിള്. ഓക്കെ ഫൈൻ. ഇവനെ കാണാൻ വന്നേക്കാണ്.
ഓക്കെ, നമുക്ക് ബാക്കി പിന്തുടർന്ന് ചെയ്യാം. ഞങ്ങൾ സംസാരിക്കട്ടെ. ഓക്കെ, നീ അങ്ങ് വളർന്നു പോയി മോനെ, നിങ്ങളെ വളർന്ന് തടിയനായിരുന്നു. ഓക്കെ, കൊള്ളായിരുന്നു. നല്ല സെറ്റപ്പായിട്ട് ഗെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൊബൈൽ ഗെയിമിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫിക്സിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ. രക്ഷയില്ല. ലോഡ് കമാൻഡർ ചത്തുപോയി കേട്ടോ. ഓ, എന്ത് പ്രശ്നം ഉണ്ടല്ലോ. എന്താ ജോൺസ്നോ അല്ലേ? ജോൺസ്നോ നെറ്റ് സ്റ്റാക്സ് ബാസ്റ്റാർഡ് മോനെ. ജോൺസ്നോയുടെ കാര്യമാണ് പറഞ്ഞത്. ജോൺസ്നോ ഇല്ല, പുള്ളി യുദ്ധത്തിന് പോയേക്കെന്ന് പറഞ്ഞത്. പുള്ളിയെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയിരുന്നു. എന്ത് പണിയുണ്ടല്ലോ നോക്കട്ടെ. ആരോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേയുടെയാണ് പറയുന്നത്. ഇത് ക്യാമറ പൊസിഷൻ ജസ്റ്റ് തിരിച്ച് കളിക്കുക. അത് നമ്മൾ യൂഷ്വലി എല്ലാ ഗെയിമിലുള്ള പോലെ തന്നെ. പിന്നെ ഇത് മറ്റേ മൂവ്മെൻറ്റിൻ്റെ സംഭവം. ഓക്കെ, സ്പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സ്പ്രിൻറ്റ് ഓർഡർ. ഓഫ്, നേരെ ഓർഡർ ചെയ്യും. സ്ലോ മോഷനല്ല, സ്പീഡിൽ പോകൂ. അങ്ങട് പോകൂ. ഇങ്ങട് ഇപ്പുറത്ത്. ഓ ഓക്കെ. സംഭവം എന്താ? എൻ്റെ മോനെ, ഇവനാണല്ലേ? ഓ, പുള്ളി എന്തോ അറ്റാക്ക് ചെയ്ത് വന്നേ കേട്ടോ മോനെ. അയാളുടെ മേത്ത ഓഫ്, ആ ബ്ലഡൊക്കെ തേച്ച് സെറ്റ പടി ചെയ്തിട്ടുണ്ട്. രക്ഷയില്ല കേട്ടോ, വിഷയമാണേ. അങ്കിൾ വന്നിട്ടുണ്ട്, മാറിക്കടാ. അതാണ് എടുത്താൽ തരും, അല്ലെങ്കിൽ പുറത്താണ് നമ്മൾ തണുത്തിയെത്തുമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ സെറ്റപ്പായിട്ട് ചെയ്തേക്കുന്നില്ലേ? പുള്ളി എടുത്താത്തുണ്ട് കേട്ടോ. ഇനി എന്താ സംഭവം നോക്കട്ടെ. ജോൺസിൻ്റെ പാട്ടിൽ ഒരാളെ വന്നേക്കുന്നത് എന്തോ സംഭവമുണ്ട്. ഓക്കെ, പുള്ളി ജോൺസിനെ തിരക്കി പോവാം. ഇയാൾ എന്നോട് പോന്നെ ഹീറോ കൂടെ പോകണല്ലോ. ശരിയാണല്ലോ, നീ വാച്ചിൻ്റെ മെമ്പറല്ല. എന്നാൽ ചെല്ലി കയറി കൊടുക്ക്. പിന്നെ ഹീറോ അല്ലേ, ഐ മീൻ നമ്മുടെ ഗെയിമിൻ്റെ നമ്മുടെ ക്യാരക്ടർ അല്ലേ. നമുക്ക് കൂടെ പോകുമ്പോൾ ഞാനും വരുന്നു. ഇന്ന് പോയിട്ടുള്ള കാര്യം അപ്പം നമ്മുടെ ഫസ്റ്റ് ജേണിയാണ്. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്റ്റാർട്ടിങ്. 3 പേരുണ്ടേ. ഓ, ഇയാൾ ബ്രേവ് ആണോ അല്ലെങ്കിൽ സ്റ്റുപ്പിഡാണോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ കൂട്ടത്തിനും കാണും ചൊറിയന്മാരായ ഇവർ തന്നെ. കുഴപ്പമില്ല, നമുക്ക് പോകാം. കുതിരയിട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജോൺസ്നോ ഇന്ന് കാണാൻ പറ്റത്തൊന്നുമില്ല. കുതിര പോകുന്ന കണ്ടില്ല, അടിപൊളി. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഇനി എന്താണെന്ന് നോക്കട്ടെ. എന്താടി? ഓക്കെ ഫൈൻ. മോനെ, ആ ഒരു കറക്റ്റ് അതിൻ്റെ താഴെ കൂടെയാണ് ഓടിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല കേട്ടോ ഓടിക്കുന്നത് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ഗെയിം തന്നെ ഓടുന്നതാണ്. എനിക്ക് കുതിര ഓടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നില്ല അതിൽ. നോക്കാം. സെറ്റപ്പായിട്ടാണല്ലോ ഓടിച്ച് പോകുന്നത്. കൊക്കയുടെ തൊട്ട് മുകളിൽ നമ്മൾ നിൽക്കുന്നു. താഴെ ഒരു കഷ്ണം തീ കാണുന്നുണ്ട്. അവിടെ ആരോ ഉണ്ട് ക്യാമ്പിൽ. ഉറപ്പ് നമ്മൾ അങ്ങോട്ട് പോകണം. പക്ഷെ എങ്ങനെ പോകും? വഴിയുണ്ടല്ലേ. സ്പീഡിൽ പോകും. അപ്പം നമ്മൾ ജോൺസനെ തപ്പിറങ്ങിയാണ് നമ്മുടെ ഗെയിമിൽ സ്റ്റാർട്ടിങ്ങിൽ. കുതിരയ്ക്ക് ഓടിപ്പോന്നിട്ടല്ലോ, രക്ഷയില്ല കേട്ടോ. നിർത്തി ഇറങ്ങ്. ഓക്കെ ഫൈൻ. സെറ്റപ്പാണ് കേട്ടോ. നല്ല ആ ഒരു ഗ്രാഫിക്സിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല മക്കളെ. ഒരു മൊബൈൽ ഗെയിം വന്നിരിക്കുമ്പോഴത്തെ എൻ്റെ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു മുഖത്തെ ഷെയ്ഡൊക്കെ കണ്ടില്ലേ, ഏറ്റവും നല്ല ഭംഗിയായിട്ടല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് കണ്ടില്ലേ, കൃത്യ ഡീറ്റെയിൽസ്. ആ മുടിയൊക്കെ ഇറക്കാൻ കണ്ടില്ലേ, ഭയങ്കര ഡീറ്റെയിൽസ് ഉണ്ട് അതിലെ ഗെയിമിനകത്ത്. രക്ഷയില്ല, അടങ്ങാരും ഇല്ല കേട്ടോ. തീ കൂട്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നോക്കട്ടെ, ചത്ത് പോയല്ലേ. 6 മിള്ള. എന്താ ഒരു പൂക്കളിട്ട പോലെ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ വന്നിട്ടേക്കുന്നത് അല്ലേ? ശരിക്കല്ലേ, അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ ടാസ്ക് ഒന്നുമില്ലേ. ഓക്കെ, പോയിട്ട് സംസാരിക്കുക. പയ്യെ മതി. ഇൻട്രാക്ട് ചെയ്യണം. ഇവിടെ തിരിച്ച്. ഓ, ഇന്ന് ശരിയാകുന്നില്ല, ഇങ്ങോട്ട് വാ. ഓക്കെ, ഇത് പഠിച്ചെടുക്കണം. നമ്മൾ തിരിച്ചു പോവുകയാണ്.
അപ്പോൾ ജോൺ അവിടെ പോയി. പുള്ളിയൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന്. കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പോകുന്നത്. നമ്മൾ വന്നത് ജോണിനെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടാൽ മതി. ഓക്കെ, അങ്കിളിന് വരെ വഴിയില്ല കേട്ടോ, മറ്റവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പം അങ്കിൾ ഞാനുള്ള തപ്പല്ല അവിടെ കിടന്നുള്ളത്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, എന്താണ് വല്ലതും കിട്ടിയോ? 2-3 പേരേ ഉള്ള റേഞ്ചസ്, ബാക്കിയെല്ലാം വൈൽഡിങ്സ് ആണ്. കാട്ടി അധികാരോ. പിന്നെ ഇവിടെ എന്തോ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്കട്ടെ, സ്കാൻ ബട്ടൺ. ഓക്കെ, ഫൈൻ. നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഒരു കാൽപാദം കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇതെന്താണ്, ഒരു മല എടുക്കണമല്ലോ. സ്പെഷ്യൽ മൂവോ? എന്ത് സംഭവം? ഓക്കെ. ഞാൻ ഒരു ഗെയിമിൽ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഒന്നെങ്കിൽ ചാടിപ്പോവും, അല്ലെങ്കിൽ മറ്റേ മലയൊക്കെ കയറി പോവും. ഈ ഗ്യാബി കൂടെ പോകുന്ന ഫസ്റ്റ് ടൈം കേട്ടോ. അത് കൊള്ളാം, നല്ല ഫീച്ചറായിരുന്നു. ഹോണ്ടഡ് വുഡ്സ്. ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ. ഒരാളെ കണ്ട് രക്ഷപ്പെട്ടു. ഒരാളവിടെ പരിക്ക് പറ്റി കിടപ്പുണ്ട്. നോക്കട്ടെ, ആരാണ് നോക്കട്ടെ. ബ്ലൂ ഐസ്. ഉറപ്പ് നമ്മുടെ വൈറ്റ് വാക്കർമാരാ. പുള്ളി ചക്കാൻ പേടിച്ചിരിക്കുവോ? വാ, ഞങ്ങൾ രക്ഷപ്പെടുത്താം. എണ്ണിച്ച് വരുന്നുണ്ടേ. വൈറ്റ് വാക്കർ വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് ഇവിടെ തുടങ്ങുകയാണ് മോനെ. സ്കോർപ്പിയോണെ അടിപൊളി മാറിക്കൊടുത്ത്. വലിച്ച് ചെക്കനെ കൊന്ന്. ചാക്കെന്ത് ഇല്ല് മാത്രമേ ഉള്ളൂ? ഞാൻ കണ്ട വൈറ്റ് വാക്കർ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കണ്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റ് വാക്കറിൻ്റെ ആ ഒരു ശരി കുഴപ്പമില്ല. ഉമ്മയൊക്കെ ചെറുതായിരിക്കും, വലിയ ആൾക്കാർ വേണ്ടിയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? സാധാ ചെയ്യുമ്പോൾ തന്നെ ആക്ഷൻ. അടി, വെട്ട്, കുത്ത്, എട്ട്, അടി. ചത്തയാത്ത് നീ വിട്. കൊതിയ വരുന്നത്. ഇപ്പം ചാകത്തില്ല. വീണ്ടും അടി. പൂശ്. തലക്കടി. ചത്ത്. ഓക്കെ, നമുക്ക് അസിസ്റ്റ് മോഡ് എടുക്കാം. അതാകുമ്പോഴത്തേക്ക് അവർ കുറച്ച് തൽക്കാലം കാര്യങ്ങൾ പറഞ്ഞുതരും. സപ്പോർട്ട് മീൻസ് ഫീച്ചേഴ്സ് പറഞ്ഞുതരും. ഓക്കെ, അസിസ്റ്റ് മോഡ്. ഡിഫൻസീവ് ആക്ഷൻസ് വെൻ പോസിബിൾ ദ കോമ്പാറ്റ് സ്റ്റൈൽ. ഓക്കെ, അസിസ്റ്റ് മോഡ് എടുക്കാം. അങ്കിൾ വന്ന്. അങ്കിൾ അറിയാവുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. സംസാരിക്കുക, അടങ്ങിയില്ലേ? അറിയും. ചക്കാൻ ഞാൻ വൈറ്റ് വാക്കാർ അത് എണ്ണിച്ച് വരുന്നത്. ആള് കൂടി കേട്ടോ, ഇഷ്ടം പോലെ പേരുണ്ടേ. ചുമ്മാ അടിക്കുമോ? ആർക്കൊക്കെ അടി കൊള്ളുന്നുണ്ട്? അമ്മാവനൊക്കെ അടി കൊള്ളുന്നെന്ന് തോന്നുന്നു ഇടയ്ക്ക് കേട്ടോ. ഇല്ലില്ല, ചാകുന്ന ആമാർ തന്നെ കേട്ടോ, കുഴപ്പമില്ല. അടി. പൂശ്. തലയ്ക്ക് വേണ്ട, ചുമ്മാ കണ്ടം വെട്ടാ നോക്കിയടി ആളെ. കുഴപ്പമില്ല, ഗെയിം പ്ലേ പഠിച്ചെടുക്കാനുണ്ട്. അടി. ഇന്ന് തീരുന്നില്ലല്ലോ. ഇനി ആൾക്കാരുണ്ടല്ലോ. അമ്മാവൻ ചെയ്യുന്നില്ല കേട്ടോ. അമ്മാവൻ ഇങ്ങനെ ഊങ്ങി നിൽക്കുന്നുള്ളൂ. അല്ലല്ല, എടാ കുറച്ച് നല്ല തടിയും വന്നിട്ടുണ്ട്. അവനടിക്കാം. അവന് കുറച്ച് എനിക്ക് കിട്ടുന്നുണ്ടോ അടി താഴെ? എനിക്കും താഴെ കിട്ടുന്നുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. താഴെ ഓരോ അറ്റാക്ക് നമ്മൾ അടിക്കുന്ന അറ്റാക്കിന് താഴെ എന്താ പവർ കൂടുന്നുണ്ടോ തോന്നുന്നു കേട്ടോ. ഈ ആൾക്കാർ കൂടെ ഇടുന്നുണ്ട്. തൂക്കിയടി. തടീൻ്റെ പറഞ്ഞാൽ എനിക്ക് കിട്ടി കേട്ടോ. തടിയിൽ എന്നെ ചാടി അടിച്ചിട്ടുണ്ട്. ഞാൻ ചാകുന്നില്ലല്ലോ. എന്തോ ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റ് നമുക്ക്. ഒറ്റയടിക്ക് 300 കിട്ടിയ അത് കൊള്ളാം. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. സ്പെഷ്യൽ മൂവൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊന്ന് ആക്ടിവേറ്റ് ആവണമെന്ന് തോന്നുന്നു. അപ്പോൾ ഓടാം. തിരിച്ചു പോവാം. ഓടോട്. ചാടിക്കിടക്ക്. ഓക്കെ. പിടിച്ചു. കുഴപ്പമില്ല, അമ്മാവനുണ്ട് മക്കളെ. സീനില്ല. വലിച്ച് അമ്മാവനെ കുത്തി. കുഴപ്പമില്ല, പുള്ളി ഫൈറ്റ് ചെയ്യും. പുള്ളിക്ക് നല്ല തടിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 2 കൊത്ത് തൊട്ടി തന്നെ പുള്ളി പിടിച്ചിരിക്കും. നിൻ്റെ കാലന്മാർ വരുന്നടാ, തീർന്നടാ. എന്തോന്നിത്? 2 പേര് എങ്ങനെ ഫൈറ്റ് നിൽക്കും? അതിനുള്ള ഗെയിം പ്ലേ ഒന്നും എനിക്കറിയത്തില്ല. ഇല്ലില്ല,
മറ്റേ നേരത്തെ പോയ നടന്നു കേട്ടോ. അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളെയും കൊണ്ട് വന്നിട്ടുണ്ട്. അവനല്ലല്ലോ, കുറേ പേരുണ്ടല്ലോ ആൾക്കാർ. ഓ വിഷയം ആളത് മോന് ജോൺസ്നോ. ഓ രക്ഷയില്ല. എൻ്റെ മോനെ ജോൺസ്നോടെ എൻട്രി കണ്ടില്ലേ പൊള്ളി. ഓ പുള്ളിയുടെ ഫീച്ചർ കണ്ടില്ലേ. ഓൾമോസ്റ്റ് അല്ല കേട്ടോ, നല്ല രീതിയിൽ എന്തുണ്ട് സാമ്യമുണ്ട് കണ്ടില്ലേ, കൊടുത്തിട്ടുണ്ട്. കിഡിലൻ അബ്ദേറോ ജോൺസ്നോ രക്ഷയില്ല കേട്ടോ. ആരാ നീ മുകളിലാരാ? ദേ വൈറ്റ് വാക്കർ. എൻ്റെ മോനെ വൈറ്റ് വാക്കറിൻ്റെ കിഡിലെ സാധനം. ഇതാരാ? വൈറ്റ് വാക്കറിന് ആൾക്കാരാന്ന് തോന്നുന്നത്. എല്ലാം താടി ആടുക. വൈറ്റ് വാക്കർ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടുക്കനായിട്ട്. അയാളെ ആ കുറ്റപ്പുറത്ത് വന്നേക്കുന്നത് കറക്റ്റായിട്ട്. ഇതുങ്ങളൊന്നും ചാകത്തില്ലല്ലേ പറഞ്ഞോളൂ. താഴെ വീട് ചത്താലും കൈയും കാലും ഒടിഞ്ഞാലും എണ്ണിച്ച് വരും. ദേ പടപടാന്ന് വീഴുന്നത്. ദേ എണ്ണിച്ച് വരുന്നത്. ആകെപ്പാടെ ഇത്രയും പേരുടെ എങ്ങനെ അടിക്കുമാരെ ഓടണം. ജോൺസ്നോ കൊണ്ടെന്ന് പറഞ്ഞ രക്ഷയില്ല. ഓടിക്കൂ. അത് തന്നെ കുതിരപ്പുറത്ത് ഓടിക്കോ. ഇപ്രാവശ്യം എനിക്ക് കുതിര പഠിക്കാൻ പറ്റിയാൽ മതി. നോക്കട്ടെ. ഇല്ലടാ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. കുതിര ഓടിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇല്ലെന്ന് തോന്നുന്നു. ഇതൊന്നും തന്നെ വിടും. എനിക്ക് കുതിര ഓടിക്കാനുള്ള ഓപ്ഷൻ വേണം. താഴെ കൊക്കയാ, ഞാൻ ഓടിക്കാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. അല്ലല്ല നമുക്ക് ഓപ്ഷൻ ഉണ്ട് മോനെ. ഓക്കെ അത് ഞെക്കണം. അത് വീട് ഇല്ല. ഓഹോ ഇന്ന് കൊക്ക വീഴും തോന്നുന്നു. കുതിര ഓടിക്കുന്ന കുറച്ച് പാടാണ് കേട്ടോ. കൺട്രോൾ കൈ നിൽക്കുന്നില്ലേ. വള മറ്റില്ല കാർ ഓടിക്കുന്ന പറയുന്നതല്ല. കുതിരയാണെങ്കിൽ വല്ലയിടത്തോടൊക്കെ പോകുന്നത് കണ്ടോ. എൻ്റെ കുതിര മാത്രം പോകുന്നുണ്ടില്ലേ. ഒരു അനുസരണം ഇല്ലാത്ത കുതിര പോലെ. ഇതെന്താ ഇതാണല്ലേ ഓടും കുതിര ചാടും കുതിര. ദേ പോന്നു. അമ്മാവനും ജോൺസ്നോയും വർത്താനം പറഞ്ഞാ പോകുന്നത്. ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുതിര മാത്രമേ ഓടിക്കത്തുള്ളൂ. ഓടിക്കോ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഏകദേശം ട്രാക്കിലായി കുതിര ഓടിക്കാനുള്ളത്. കുറച്ച് സ്പീഡിൽ പോടാ. ഓ ദേ മരത്തിലാക്കി ഇരിക്കുന്നത്. വള ദേ വളവ് വരുമ്പോഴത്തേക്ക് പറ്റുന്നില്ല കേട്ടോ. കുതിര ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല. ഇനി പടി. ഓ തടിയൻ. ആഹാ തൂക്കിയറി ഞങ്ങളുടെ കൂട്ടത്തിലല്ലേ. പിടിച്ച് കൂമ്പി വെള്ളം. ഇനി അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ വരെ ഒറ്റ രക്ഷയുള്ളൂ. തടിയന് വേണ്ടിയിട്ട് അടിക്കുക. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ. പിന്നെ ജോൺസയുണ്ട്, ചക്കാൻ പിടിച്ചോളും. തടിയൻ്റെ അതിൻ്റെ സാമാനം കണ്ടില്ലേ. അത് വെച്ചൊരു അടി കിട്ടിക്കാൻ ചത്താൻ തോന്നുന്നു. ഫൈറ്റാണ്. എൻ്റെ മോൻ തടിയൻ്റെ സാധനം കണ്ടില്ലേ. അതുകൊണ്ട് അടിച്ച് കിട്ടി. ആർക്കോ കിട്ടി. ഇയാളെന്താ തുപ്പിയരുത് നമ്മളെ. അടി തലക്കടി. കിട്ടി. എനിക്ക് കിട്ടി. 17 ലൈഫ് കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ കാരണം ഉരുളുന്നുണ്ട്. അടി അവരെ കാലടി. അയ്യേ തടീന് ഞാൻ 10 വെച്ച് കേൾക്കുന്നുള്ളൂ. 7 കിട്ടി. രക്ഷയില്ല കേട്ടോ. മാറട്ടെ. കൊടു തടിയൻ ചാടി തെറിച്ച്. എൻ്റെ 35 ലൈഫ് കുറഞ്ഞിട്ടുണ്ട്. 15 കുറഞ്ഞ് കിട്ടി. എന്നേക്കാണല്ലോ കിട്ടുന്ന മൊത്തം. അടിക്കുന്നൊന്നും തലയിലിട്ട് കൊള്ളുന്നുമില്ല. ജോൺസോക്ക് എന്തേ അടി. അമ്മാമൻ തടിയൻ്റെ കാലിട കിടപ്പുണ്ട്. കിട്ടി. ആ അടി ഞാൻ അടിച്ചത്. 8 27. അത് കൊള്ളാം. 7%. തടിയൻ്റെ കാലവിട്ട്. അടിപൊളി. അത് ഞാൻ അടിച്ച കേട്ടോ. അടി തൂക്ക് പോലട്ടവനെ. മറ്റേ മൂവില്ലേ, നമ്മുടെ സ്പെഷ്യൽ മൂവ് റീചാർജ് ആയി വരുന്നുണ്ട്. ഓക്കെ ആടി കൊഴോട് മൂട്. ഓക്കെ തടീനെ കൊന്നിട്ടാക്കെ. അയ്യ അമ്മാവനെ അടിച്ച് പരത്തി. അയ്യോ അയാളത്ത് കട കൂട്ടത്തിലുള്ളത്. സാരമില്ല, അമ്മാവൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാട്ടോ. യെസ് അത് തന്നെ. നമുക്ക് ഇതിനൊരു കാര്യമില്ല. ജോൺസൺ പറഞ്ഞ് പോകണം. ബാക്കി നമ്മൾ 3 പേര് മാത്രമേ കേട്ടോ. ബാക്കി എല്ലാവരും ചത്ത് പോകണം. പട വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ടടാ. ഓടറാ. ദേ ചത്തവനും ജീവിച്ച്. ഇതെങ്ങനെ ഇനി ഇതിനകത്ത് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓപ്ഷനില്ല. ഓടാൻ വഴിയുള്ളൂ. മല കാണുന്നുണ്ട്. ജോൺസൺ പറഞ്ഞു ഓടിക്കൂ. ഓക്കെ ഓടറാ. ഓക്കെ അതായത് സ്പ്രിൻറ്റ് ടു മൂവ് ക്വിക്ക്ലിയാണ്. ഓക്കെ ഫൈൻ. റെഡി. ഓടിക്കൂ.
ഈ വട്ടം പോരാ, ചാടി 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 കയറി ചാടി കയറി ചാടി കയറി. അവന്മാർ സ്പീഡിൽ പോകുന്നു, ഞാൻ സ്പീഡിൽ പോട്ടെ. എൻ്റെ കയറാ ഓടറാ. അയ്യോ കയറാൻ വയ്യേ, ഓട് 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 ഓട്. ആ കുഴപ്പമില്ല 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 കുഴപ്പമില്ല. അപ്പോൾ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് ഇട്. വഴി തെറ്റി പിടിച്ച്. അയ്യോ പിടിച്ചടാ, വൈറ്റ് വാക്കറെ പിടിച്ച്. ചാടിയിട്ട് കാര്യമൊന്നുമില്ല. ചത്ത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമില്ല, വീണ്ടും കളിക്കാൻ പറ്റില്ല. ഞാൻ കരുതി കളി ഞാൻ തൊട്ട് പോകണമെന്ന്. ഓടറാ, മര്യാദയ്ക്ക് ഓട്. ഇത് ഇമാര് വരുന്നുണ്ട്. എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. സ്പ്രിന്റ് ചെയ്യും കറക്റ്റായിട്ട്. ഓക്കെ, ജമ്പ് ചെയ്ത് കയറട്ടെ. ഓടോ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 ട്. ഇവിടെ വെച്ചാൽ നേരത്തെ വഴി തെറ്റിയത്. പിന്നെ എവിടെ തെറ്റി? പിന്നെ ഇവിടെ ഞാൻ എങ്ങോട്ടായി പോന്നേ? തിരിച്ചു വന്ന വഴിയാ പോന്ന്. ഒരു രക്ഷയില്ല. എടാ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയൊന്നും അറിയത്തില്ല. പിടിച്ച് തീർന്ന് അവിടെ അങ്ങും വഴിയില്ല. മുമ്പിൽ കിടക്കുന്നു ചത്ത്. ഇല്ലടാ ഓടുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ വഴിയില്ലല്ലോ. അമ്മ പറഞ്ഞ കേട്ടല്ലോ, നീ എന്തെടുക്ക ഇങ്ങോട്ട് പാടെ ഇറക്കാന്ന്. അങ്ങോട്ടില്ല, അവിടെ വരെ ഉള്ളു. ചത്ത്, പിന്നെയും ചത്ത്. ഈശ്വര, 2 തവണ എന്നെ കൊന്നത് ഇവന്മാർ. ഭാഗ്യം ഇപ്രാവശ്യം കറക്റ്റ് കയറണം. നോക്കിയോട്. ഓക്കെ ഫൈൻ. ചാടിയോ? ഞാൻ സ്പ്രിന്റ് ചെയ്യും കറക്റ്റായിട്ട്. ഇതെന്താ അങ്ങനെയല്ലോ, ഓടുന്നില്ലല്ലോ. ചാടി ഇവിടെ വരെ നേരത്തെ ഓടി തന്നെ കറക്റ്റായിട്ട്. കറക്റ്റായിട്ട് പോകും. കറക്റ്റ്. ഇടത്തോട് തിരിഞ്ഞ് ശ്രദ്ധിച്ചു. പിന്നെയും തെറ്റി പണി കിട്ടി. ഇല്ല രക്ഷപ്പെട്ട് ചാടി. അയ്യോ അതേ നിൽക്കുന്ന മോനെ കിട്ടി. എൻ്റെ മോനെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടോ കേട്ടോ. ഞാൻ കറക്റ്റായിട്ടൊന്നല്ല ഓടി തന്നിട്ടും. ഞാൻ കുറയാണല്ലോ പോകുന്നത്. കയറി ചാടി കയറി. ഇനി കുഴപ്പമില്ല, ഇനി അമ്മ തന്നെ ഓടിക്കോളൂ. പിടിച്ചടാ. പിടിച്ച്. ഓക്കെ, ടാപ്പ്. ഓക്കെ. അപ്പോഴത്തെ അമ്മാവൻ കയറി വന്നു. താങ്ക് യു ബോസ്. പറഞ്ഞേ നിന്നോട് വരണ്ടാന്ന്, വീട്ടിൽ നിൽക്കാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല, ഓടിക്കും. വീണ്ടും ഓടണം. ഇവിടുന്ന് ചാടണം ഇനി. ചത്ത്. ഇല്ല കുഴപ്പമില്ല. മുന്നിൽ നിന്ന് ആൾക്കാർ വരുന്നത്. ഇവന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എവിടെമാർ ഓടുങ്ങി? ഓടറാ. സ്പീഡ് പോരാ. വീണ്. ഇല്ല രക്ഷപ്പെട്ട്. പോളി. മുമ്പ് ഇതേ വീണ്. ഇല്ല കുഴപ്പമില്ല. പിടിച്ച് കിടപ്പുണ്ട്. ടപ്പ്. കേറ്. ഓക്കെ. അവർ വന്ന്. ഓക്കെ അല്ലേ? ജോൺസൺ എന്താ മിണ്ടായിരിക്കുന്നത്? ഓക്കെ അവരോട് റോപ്പിക്കറ് പൊട്ടാ. നീ ചാടി കയറുമ്പോൾ റോപ്പ്. എൻ്റെ ഗെയിം പ്ലേ തീരെ മോശം. കയറി വലിഞ്ഞു കയറി. അപ്പോൾ അമ്മമാർ വരത്തില്ലേ ഇനി റോപ്പേ കയറിയിട്ട്? അയ്യോ. ഓക്കെ, ഇതൊന്നുമില്ലല്ലോ. ഓടിയിട്ട് എങ്ങോട്ടല്ലേ ഓടുന്നത് പറഞ്ഞില്ലല്ലോ. കൊക്കയോ? ഡെഡ് എൻഡ് ചാടിക്കൊള്ളാൻ. ചത്ത്. കുഴപ്പമില്ല. മഞ്ഞ കാറൊടിയത്തില്ലടാ, നിരങ്ങി പൊക്കോളും. കുഴപ്പമില്ല. തടിയൻ വന്ന് പിന്നെയും ഒരു രക്ഷയില്ല. തടിയെത്തി. ഓടിക്കോ. ഓടാ, നോക്കി നിൽക്കാതെ. ഫൈറ്റ് ചെയ്യണോ? ഓടോട്. ഓക്കെ, നമ്മൾ അടുത്തെത്തി എന്നാണ് അങ്കിള് പറയുന്നത്. ജോൺസ്റ്റോ ഓടിപ്പോന്ന്. അങ്കിളെന്താ അങ്കിള് പറയാൻ നിൽക്കുന്നുണ്ട്? അങ്കിളെ കൊണ്ട് പോടാ ജോൺസ്റ്റോ. നമ്മുടെ വാള് കണ്ടു കേട്ടോ. മക്കളെ എത്തി. വോളത്തി. രക്ഷപ്പെട്ടു കേട്ടോ. അത് തന്നെ ഞാനും ഓർത്തിന്. ഈ വോള് കാണാൻ പറ്റത്തില്ല. അങ്കിളിനെ എന്താ പുറകിലിട്ടേക്കുന്നത്? കൊല്ലാൻ വേണ്ടിയാണോ? ഊമ്പി കൊല്ലാൻ വേണ്ടിയാ. അങ്കിളിനെ കൊന്നടാ. എൻ്റെ മോനെ, വൈറ്റ് വാക്കറിൻ്റെ കുന്തവാ. അടിച്ചടാ. നായിൻ്റെ മോനടാ. കറക്റ്റ്. കള്ളമൈരൻ എറിഞ്ഞു പോന്നു അങ്കിളിനെ. അവിടെ വരെ വന്നായിരുന്നു നമ്മൾ. ഇതേ പട വരുന്നുണ്ട്. രക്ഷയില്ല. തിരിച്ചു വെക്കൂ. അങ്കിളി ചത്ത്. അങ്കിള് പടവായി. സ്റ്റാർട്ടിങ് തന്നെ
കൊന്നല്ലോടെ അങ്കിളിനെ. ഓ ഒരു രക്ഷയില്ലെന്ന് കേട്ടോ. പൊളപ്പ സീനായിരുന്നു. ഒരു സിനിമ കണ്ട ഫീലായിരുന്നു എനിക്ക് ആ ഗെയിം കളിച്ചപ്പോൾ കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ട്. എൻ്റെ മോനെ നമ്മുടെ ക്യാരക്ടർ അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് ഓടുന്ന ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ നല്ല കിഡുമായിട്ട് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങൾ ട്രൈ ചെയ്യണം ഗെയിം കേട്ടോ. ഒരു രക്ഷയിൽ പൊളിയാണ്. ഇമാര് പറയുണ്ടല്ലോ എനിക്കെന്നാ ആ വോങ്ങൾ എടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ലായിരുന്നു ഗെയിമിനകത്തിൽ. ഇതേ വരുന്നത് കള്ള നാറി. കുഴപ്പമില്ലടാ, നിന്നെ ഞാൻ ഈ ഗെയിം പിടിച്ചോളാം, എപ്പോഴെങ്കിലും കിട്ടും നിന്നെ. കൊല്ലൂടാ കള്ളത്താടി. അങ്ങനെ നമ്മുടെ വോളോടെത്തി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഇൻട്രോ എന്ന് തോന്നുന്ന ആ ഒരു ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് ആണിപ്പോൾ കഴിഞ്ഞത്. യെസ്. സോ ഗെയിം ഓഫ് ത്രോൺസ് കിങ്സ് റോഡിൻ്റെ ഗെയിം പ്ലേ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ശരിക്കും നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് നമുക്ക് മുന്നോട്ടും വേണം. അപ്പോൾ നിങ്ങൾ പറയുന്ന ഗെയിം നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ കളിക്കും. ഈ ഒരു ഗെയിം തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഗെയിം പ്ലേ ഞാൻ നെക്സ്റ്റ് പാർട്ടിലിടാം. അതല്ല പുതിയൊരു ഗെയിമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സോ നിങ്ങളുടെ എല്ലാവരുടെയും ഇതെൻ്റെ ഫസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഗെയിമായിരുന്നു, ആദ്യത്തെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും നിങ്ങളെ കമൻറ്റ് അറിയിക്കണം. എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം. സോ ആ ഒരു മിസ്റ്റേക്ക് തിരുത്തി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് തൽക്കാലം ഗെയിം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓൾമോസ്റ്റ് തന്നെ എനിക്കൊന്ന് 30 മിനിറ്റ്സിന് മുകളിലായിട്ടുണ്ട്. സോ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.